സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കുമെന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലെ പ്രധാന ചർച്ച. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയേക്കുമെന്നാണ് സൂചനകൾ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഇക്കാര്യം ആഘോഷമാക്കി മാറ്റിക്കഴിഞ്ഞു. IPL ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ട്രേഡ് ഡീലുകളിൽ ഒന്നായിരിക്കും ഇതെന്നാണ് സംസാരം. ഹർദിക് പാണ്ഡ്യയെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് റാഞ്ചിയതിന് സമാനമായ നീക്കമായിരിക്കും ഇതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. സഞ്ജു രാജസ്ഥാൻ വിടുന്നതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. അതിനുള്ള ചില കാരണങ്ങൾ നോക്കാം. നിലവിൽ IPL-ൽ ഏറ്റവും മികച്ച ഇന്ത്യൻ താരനിരയുള്ള ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യശസ്വി ജയ്സ്വാളാണ് ഇതിലെ പ്രധാനി. മറ്റൊരു പ്രധാന യുവതാരം റിയാൻ പരാഗാണ്. ഇതിൽ സഞ്ജുവിന്റെ അഭാവത്തിൽ 2025 സീസണിൽ ടീമിനെ നയിച്ചത് റിയാൻ പരാഗായിരുന്നു. യശസ്വി ജയ്സ്വാളിനും ടീമിന്റെ ക്യാപ്റ്റൻസിയിൽ കണ്ണുണ്ടാകും. നേരത്തെ ക്യാപ്റ്റൻ സ്ഥാനം ഓഫർ ചെയ്ത പശ്ചാത്തലത്തിൽ ജയ്സ്വാൾ തന്റെ ആഭ്യന്തര തട്ടകം മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റാൻ നീക്കങ്ങൾ നടത്തിയിരുന്നു. IPL-ലും അദ്ദേഹം ക്യാപ്റ്റൻസി ആവശ്യപ്പെടാൻ സാധ്യതകൾ ശക്തമാണ്. രാജസ്ഥാൻ റോയൽസിൽ ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കെ ചെന്നൈയിൽ നിന്ന് മികച്ചൊരു ഓഫർ, അതും ക്യാപ്റ്റൻസി കൂടി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നിരിക്കെ സഞ്ജു അത് സ്വീകരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. വൈഭവ് സൂര്യവംശിയുടെ വരവും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറിയേക്കാം. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിന്റെ പ്രധാന ഓപ്പണറാണ് സഞ്ജു. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നടന്ന T20 പരമ്പര മുതലാണ് സഞ്ജു പ്രധാന ഓപ്പണറായത്. ദേശീയ ടീമിലേക്ക് ഓപ്പണറായി പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ വർഷം IPL-ലും സഞ്ജു ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സ്വയം പ്രൊമോട്ട് ചെയ്തിരുന്നു. എന്നാൽ പരിക്ക് താരത്തിന് തിരിച്ചടിയായി. സഞ്ജുവിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്ന വൈഭവ് സൂര്യവംശി വെടിക്കെട്ട് പ്രകടനങ്ങളിലൂടെ ഞെട്ടിക്കുകയും ചെയ്തു. പിന്നീട് സഞ്ജു പരിക്ക് മാറി ടീമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുന്നതാണ് കണ്ടത്. സൂര്യവംശിയെ ഓപ്പണിംഗിൽ കളിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. നിലവിൽ 14 വയസ്സ് മാത്രമാണ് വൈഭവ് സൂര്യവംശിയുടെ പ്രായം. വരും സീസണുകളിലും രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായി തന്നെ സൂര്യവംശി കളിക്കാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ രാജസ്ഥാനിൽ തുടർന്നാലും സഞ്ജുവിന് 3-ാം സ്ഥാനത്ത് ഇറങ്ങേണ്ടി വരും. IPL-ൽ 3-ാം സ്ഥാനത്ത് കളിക്കുന്നത് ദേശീയ ടീമിലെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ IPL-ലും ഓപ്പണറായി തന്നെ കളിക്കാനായിരിക്കും സഞ്ജു താല്പര്യപ്പെടുക. ഇത് റോയൽസ് വിടാൻ സഞ്ജുവിനെ പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിലൊന്നാണ്. നിലവിൽ രാജസ്ഥാൻ റോയൽസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരങ്ങളിൽ ഒരാളാണ് സഞ്ജു. സഞ്ജുവിനെ റിലീസ് ചെയ്താൽ അടുത്ത ലേലത്തിൽ ടീമിന്റെ പേഴ്സ് ബാലൻസ് വളരെയധികം വർദ്ധിപ്പിക്കാൻ റോയൽസിനാകും. സമീപകാലത്തെ സഞ്ജുവിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളും താരത്തിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിൽ റോയൽസിനെ സ്വാധീനിച്ചേക്കും. ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുന്നതിന് സഞ്ജു ചർച്ചകൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ സഞ്ജുവിന്റെ മാനേജർ പ്രശോഭ് സുദേവനാണ് ഏതാണ്ട് സ്ഥിരീകരിച്ചത്. IPL 2026 ലേലത്തിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ വിട്ടയച്ചേക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു വൈറൽ പോസ്റ്റ് അദ്ദേഹം ലൈക്ക് ചെയ്തിട്ടുണ്ട്. പ്രശോഭിന്റെ ഈ നടപടി സഞ്ജു രാജസ്ഥാൻ റോയൽസ് നിന്ന് പുറത്തു പോകുന്നതിന്റെയും ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കത്തിന്റെയും അനൌദ്യോഗിക സ്ഥിരീകരണമായി കണക്കാക്കപ്പെടുന്നുണ്ട്. 2026 IPL-ന് മുമ്പ് സഞ്ജുവിനെ സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് താരത്തെ സമീപിച്ചതായി അവകാശപ്പെടുന്ന വൈറലായ സോഷ്യൽ മീഡിയ പോസ്റ്റിനാണ് പ്രശോഭിന്റെ ലൈക്ക് വന്നത്. ദക്ഷിണേന്ത്യൻ ഫ്രാഞ്ചൈസി എന്ന നിലയിൽ മലയാളി താരത്തെ ടീമിലെടുത്താൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അത് വലിയ നേട്ടമാകും. നിലവിൽ IPL-ൽ ഏറ്റവും അധികം ആരാധകരുള്ള ടീമുകളിലൊന്നാണ് CSK. ഇന്ത്യൻ ഇതിഹാസ താരം MS ധോണിയുടെ സാന്നിധ്യം കൊണ്ടും വലിയ ആരാധക വൃന്ദം ചെന്നൈക്കൊപ്പമുണ്ട്. ദക്ഷിണേന്ത്യയിൽ സഞ്ജുവിനും ശക്തമായ ആരാധക കൂട്ടമുണ്ട്. അവരെ കൂടി CSK ആർമിയുടെ ഭാഗമാക്കാൻ സഞ്ജുവിന്റെ വരവിന് കഴിയും.